കവിത എന്ന് പറഞ്ഞാൽ കവിതകളല്ലേ. നീ കടിച്ചുവോ, മാന്തി കീറിയോ, പാത്രം പൊട്ടിച്ചുവോ? കവിതയ്ക്കുമേൽ രചന നടത്തും. അവസരം ലഭിച്ചാൽ ക്ഷേത്ര പൂജാരിമാരിൽ കൗപീന നിരീക്ഷണവും നടത്തും. ഈ രണ്ട് സൂക്കേടുകളെ അവഗണിച്ചാൽ സഖാവ് ജി സുധാകരൻ തങ്കപ്പെട്ട മനുഷ്യനാണ്. അങ്ങനെയാണ് പോങ്ങന്റെ ഒരു വിചാരം. ഉള്ളതുപോലെ പറയും. അവസരം ലഭിച്ചാലും ഖജനാവിൽ കൈയിട്ട് നക്കില്ല. കൂട്ടത്തിൽപ്പെട്ടവർ നക്കുന്നത് കണ്ടാൽ പാർട്ടി അച്ചടക്കം ലംഘിക്കാത്ത നിലയിൽ നക്കികൾക്ക് നേരെ മുറുമുറുക്കും. ആദർശത്തിന്റെ ഉപദ്രവമുണ്ട്. അഭിമാന ബാധിതനാണ്. നാവെടുത്താൽ സത്യം പറയും. തലയ്ക്കുമീതെ അധികാരിയായി വളർന്നാലും അല്പനെ ആദരിക്കില്ല. ഒരു സ്വഭാവ ദൂഷ്യം പോലെ സത്യസന്ധത കൂടെയുണ്ട്. ആത്മബോധമുള്ളവൻ. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സഖാവായിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീ ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് സുധാകരനെ വേണ്ട. സുധാകരന് പാർട്ടി അംഗത്വവും വേണ്ട. പാർട്ടിക്കാണെങ്കിൽ ഇന്ന് അണികളെയോ അനുഭാവികളെയോ അല്ല, അടിമകളെയാണ് വേണ്ടത്. ആദർശശുദ്ധിയുള്ള നേതാക്കളുടെയും അതുപോലെ തന്നെ ആത്മാർത്ഥതയുള്ള അണികളുടെയും അർപ്പിത ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളല്ല ഇപ്പോൾ പാർട്ടിയെ നിലനിർത്തുന്നതും വളർത്തുന്നതും. ആ ജോലി ഇന്ന് ചെയ്യുന്നത് PR ഏജൻസികളാണ്. അതുകൊണ്ട് തന്നെ ആദർശധീരരായിട്ടുള്ള ജി സുധാകരന്മാരെ ഇന്ന് പാർട്ടിക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ആത്മാർത്ഥതയുള്ള അണികളെയും അവർക്ക് വേണ്ട. സുടുമലം തീനികളായിട്ടുള്ള പോരാളി ഷാജിമാരും സുഡുദാസിയായിട്ടുള്ള കനേഡിയൻ ഹൂറിമോളും അതുപോലെ രാസസാഹിത്യകാരിയായിട്ടുള്ള നിപ്പ ദിശാന്തനും ഓൾക്കു വേണ്ട കവിതകൾ മോഷ്ടിച്ചു കൊടുക്കുന്ന ജാരവേന്ദ്രൻ സഖാവായിട്ടുള്ള സ്ത്രീചിത്രനുമൊക്കെ ഓൺലൈൻ പോരാട്ടം നടത്തി പാർട്ടിയെ കൂടുതൽ പച്ച പിടിപ്പിക്കും. അങ്ങനെയുള്ളപ്പോൾ തീർത്തും ആദർശബാധിതനായിട്ടുള്ള ശ്രീ ജി സുധാകരന് എന്തു പ്രസക്തിയാണ് ഇന്നത്തെ പാർട്ടിയിൽ ഉണ്ടാവുക? ജി സുധാകരനിലെ കമ്മ്യൂണിസ്റ്റിനെ തിരിച്ചറിയാനുള്ള ബോധം പിണറായിസ്റ്റുകളായി ജനിതകമാറ്റം സംഭവിച്ചിട്ടുള്ള മാർക്സിസ്റ്റുകൾക്ക് ഇല്ലാത്ത കാലത്തോളം ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുകയോ മിച്ചമുള്ള ജീവിതം സഖാവായി തുടരുകയോ ചെയ്യരുതെന്നാണ് ഈ പോങ്ങന്റെ പക്ഷം. കവിയാകണമെന്നുള്ള ആഗ്രഹം തീർക്കാൻ സ്വന്തമായി കവിത രചിക്കാൻ പരിശ്രമിച്ചിട്ടുള്ള സത്യസന്ധനാണ് ശ്രീ ജി സുധാകരൻ. എന്നാൽ ഇന്ന് ജി സുധാകരനേക്കാൾ വലിയ സഖാവായി നവകാല കമ്മ്യൂണിസ്റ്റുകൾ കാണുന്ന വ്യക്തിയാണല്ലോ ഹരിത കേരളത്തിലെ ആസ്ഥാന പെൺകവിയായിട്ടുള്ള ഹൂറിക്കുട്ടി, അല്ലെ? കവിതാ മോഷണ വിവാദത്തിൽ അതായത് നമ്മുടെ ലേഡി ചെഗുവേര കൂടിയായിട്ടുള്ള സൈബർ സഖാവ് നിപ്പ ദിശാന്തൻ. പെട്ടെന്ന് ഉദിക്കുന്ന ഒരു നക്ഷത്രം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന പോലെ ഒരവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അക്ഷരരൂപത്തിൽ ഭൂതകാല കുളിരുവിറ്റ് സാഹിത്യ രക്ഷസായി പേരെടുത്തിട്ടുള്ള ആ ഹൂറിക്കുട്ടി സർഗാസനം കയറ്റി വെച്ച് വിയർത്തത് ഗദ്യത്തിന് മുകളിലായിരുന്നു. എന്നാൽ കവിതയിൽ കൂടി കവച്ച് സാഹിത്യത്തിന്റെ സകല സമ്പ്രദായത്തിനും മൂർച്ച പകരണമെന്ന മോഹം ആ സാഹിത്യ രക്ഷസിൽ ഉണർന്നു. ഗദ്യം പോലല്ല പദ്യം. ഈ ഭൂതകാല കുളിരുകൂട്ടി വാക്കുകൾ കുഴച്ചാൽ ഗദ്യത്തിന് അത് മതിയാകും. എന്നാൽ ഛന്ദസ്സൊത്ത കവിത രചിക്കാൻ അത് പോരാ. കവിത വിസർജിക്കാനുള്ള സർഗസിദ്ധി തനിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ സാഹിത്യ രക്ഷസ് ഛന്ദസ്സൊത്തതും നല്ല വൃത്തശുദ്ധിയുള്ളതുമായിട്ടുള്ള കവിത മോഷ്ടിച്ചു കൊണ്ടുവരാൻ ഭർത്താവിനോട് കൽപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. താടകയുടെ ഭൂതകാല കുളിരു നിറഞ്ഞ വർത്തമാനം കേട്ട് സ്വന്തം ഭാവി തന്നെ ഉദ്ധാരണം മുട്ടിപ്പോയിട്ടുള്ള ആ സാധു മനുഷ്യന് ലക്ഷണമൊത്ത ഒരു കവിത കട്ട് സമ്മാനിക്കാനുള്ള ആവതില്ലായിരുന്നു, തീരെയില്ലായിരുന്നു. ആ അവസരത്തിലാണ് കൊടും ബുദ്ധിജീവിയായി സ്വയം പ്രഖ്യാപിക്കുകയും അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പ്രസ്താവിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സൈബർ സഖാവായ സ്ത്രീചിത്രൻ ആ സാഹിത്യ രക്ഷസിന്റെ ജാരവേന്ദ്രനായി ചുമതലപ്പെടുന്നത്. പ്രസ്തുത ജാരവേന്ദ്രൻ ലക്ഷണമൊത്ത ഒരു കവിത കട്ടെടുത്ത് സ്വന്തം രചന എന്ന കള്ളത്തോടുകൂടി സർഗരക്ഷസിന് സമർപ്പിച്ച് രൈതിക രസം നിറഞ്ഞിട്ടുള്ള ശകലം മാംസ വിനോദം തരപ്പെടുത്തിയെടുത്തു എന്നാണ് ഈ പോങ്ങൻ അറിയാൻ കഴിഞ്ഞത്. അതെന്തായാലും പിന്നീട് തൊണ്ടി മുതലായി മാറിയിട്ടുള്ള ആ മോഷണ കവിത സ്വന്തം പേരിൽ അച്ചടിപ്പിച്ച് ഹരിത കേരളത്തിലെ ആസ്ഥാന പെൺകവിയായി മാറിയ നിപ്പ ദിശാന്തനൊക്കെ സഖാവായി വാഴുന്ന കാലത്ത് കവിയാവണമെന്ന മോഹം പൂർത്തീകരിക്കാൻ തൂലിക പരതിയ ജി സുധാകരൻ സഖാവിന് ഈ ഹരിത കേരളത്തിൽ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആവാൻ സാധിക്കും? അതാണ് പോങ്ങന്റെ സംശയം. അത്യാവശ്യത്തിന് ഒരു കവിത പോലും കക്കാനുള്ള തസ്കരാസക്തിയില്ലാത്ത ഒരു മനുഷ്യന് ദ്വിമാറ തസ്കരോത്തമ തിരുമനസ് തമ്പ്രാൻ അടക്കി വാഴുന്ന ഈ ഹരിത കേരളത്തിൽ എങ്ങനെ അതിജീവിക്കാനാവും? കക്കാൻ അറിയില്ലെങ്കിൽ, കള്ളം പറയാൻ നാവ് വഴങ്ങുന്നില്ല എങ്കിൽ, കലാപദാഹിയാവാൻ പറ്റുന്നില്ല എങ്കിൽ, കൊല്ലാനും കൊല്ലിക്കാനുമുള്ള കഴിവില്ലാതെ പോയെങ്കിൽ, കബളിപ്പിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആവാൻ ഇക്കാലത്ത് പറ്റും? എങ്ങനെ പറ്റും ഇക്കാലത്ത് നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആവാൻ? ഈ ഗുണങ്ങളൊന്നും ഇല്ലാതെ പോയാൽ ആധുനിക കാല കമ്മ്യൂണിസ്റ്റിന് വേണ്ട സകല ഗുണങ്ങൾക്കുമൊപ്പം തീവ്രത കുറഞ്ഞ നിലയിൽ സ്ത്രീ പീഡനം നടത്താൻ പാകത്തിന് നല്ല ഒന്നാന്തരം ബലാത്സംഗ വൈദഗ്ധ്യമുള്ള കുക്കുട ലിംഗന്മാർക്ക് പോലും ഇന്ന് പാർട്ടിയിൽ രക്ഷയില്ല. അതോർക്കണം. നമ്മുടെ ശശിയണ്ണൻ സഖാവൊക്കെ യുവ കഞ്ചൻ കമ്മികളുടെ പാർട്ടിക്കൂറിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ജനസേവ മതിയാക്കി അതീവ്രമായിട്ടുള്ള ബലാത്സംഗ പ്രവർത്തനങ്ങളിൽ മാത്രം ലിംഗമൂന്നി കഴിയാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ആദർശധീരനും നാവെടുത്താൽ സത്യം മാത്രം പറയുന്നവനും ഒപ്പം ഒരു കവിത കക്കാനുള്ള തസ്കരശേഷി പോലും ഇല്ലാത്തവനുമായിട്ടുള്ള ശ്രീമാൻ ജി സുധാകരൻ സഖാവായി മരിക്കാൻ നോക്കുന്നത്. എന്ത് രസാണെന്ന് ആലോചിക്കണം. മരിക്കും വരെ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് ജി സുധാകരൻ പറയുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ജി സുധാകരനെ പറ്റി ഒരു
രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഹരിത കേരളത്തിലില്ല. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സമൂലം നശിപ്പിച്ച ആ സുടുബാധ ഇപ്പോൾ കോൺഗ്രസിനെയാണ് പിടിയിട്ടിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അവിടേക്ക് പോയാലും സുധാകരൻ രക്ഷയില്ല. അമ്പലപ്പുഴയിലെ സുഡാധിപത്യമാണല്ലോ സുധാകരൻ സഖാവിനെ പാർട്ടിയിൽ അപ്രസക്തനാക്കിയത് അല്ലെ? ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ കടിഞ്ഞാൻ സുടുക്കളുടെ കൈപ്പത്തിയിലാണ്. ആ വിഡ്ഢീച്ചനൊക്കെ മൂത്രമൊഴിക്കണമെങ്കിൽ ശങ്കയുണ്ടായാൽ മാത്രം പോരാ, പെടുക്കാനുള്ള അനുവാദം സുടുക്കൾ കൊടുക്കുക കൂടി ചെയ്താൽ മാത്രമേ മൂത്രസഞ്ചിയുടെ കഴപ്പ് പോലും ആ വിഡ്ഢീച്ചന് മാറ്റാൻ പറ്റൂ എന്നുള്ളതാണ് നില. അതുകൊണ്ട് ജി സുധാകരന് കോൺഗ്രസും ഒട്ടും തന്നെ അഭയമാവില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് ഈ പോങ്ങൻ വെച്ച് പുലർത്തുന്നത്. എന്റെ അഭിപ്രായത്തിൽ അല്പമെങ്കിലും ജി സുധാകരന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി തൽക്കാലം BJP ആണുള്ളത്. അങ്ങനെ ഒരു വിചാരമാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ സുധാകരന്റെ ഇനീഷ്യലും അതിന് വളരെ അനുകൂലമാണ്. പേരിന് മുന്നിലുള്ള ആ ജി എന്ന ഇനീഷ്യൽ ഒന്ന് പിന്നിലാക്കിയാൽ തീരാവുന്ന പ്രവർത്തന പ്രതിസന്ധി മാത്രമേ ശ്രീ ജി സുധാകരനുള്ളൂ. അതിനുള്ള ബുദ്ധി BJPയും ജി സുധാകരനും ഒന്നുപോലെ കാട്ടിയിരുന്നുവെങ്കിലെന്ന് ഈ പോങ്ങൻ വെറുതെ ആഗ്രഹിച്ചു പോവുകയാണ്. എന്തായാലും ജി സുധാകരൻ ഇങ്ങനെ അസ്തമിക്കേണ്ടവനല്ല എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് പോങ്ങൻ ഈ ഒരു അഭിപ്രായം നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവച്ചത്. ഉറപ്പായും ജി സുധാകരൻ ജി ആയി മാറി ഒരു പതിറ്റാണ്ടുകൂടി നമ്മുടെ നിയമസഭയിൽ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു വിചാരം ആത്മാർത്ഥമായി പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട്. രാഷ്ട്രീയ കേരളത്തിനും പൊതുസമൂഹത്തിനും BJPക്കും ഒന്നുപോലെ അത് ഗുണം ചെയ്യും എന്ന് പറയുന്ന ഒരു തോന്നലും എന്റെ ഉള്ളിലുണ്ട്. ജി സുധാകരൻ ജി ആവാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. പക്ഷെ കവിതയും ആ കൗപീന നിരീക്ഷണവും വെടിയണമെന്ന് മാത്രം. അതിന് അദ്ദേഹം തയ്യാറാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇതുവരെ ജി സുധാകരനായി രാഷ്ട്രീയ കേരളത്തിൽ ജീവിച്ചിരുന്ന സഖാവ് സുധാകരൻ ജിയായി ജീവിക്കാനുള്ള അവസരം രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുന്ന ആഗ്രഹം ഒരു ആശംസയായി പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ്. എല്ലാവരോടും സ്നേഹം, വളരെ സന്തോഷം. മണൽക്കാട്ടിൽ കഴിഞ്ഞ നീ വീട്ടിൽ വന്നത് ഇന്ന് എന്റെ സാമൂഹ്യ മൂല്യം ഒരല്പം ഉയർന്നിട്ടുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ സുനിലേട്ടൻ ഡോക്ടർ സുനിൽ ഗോപിനാഥ്, അദ്ദേഹത്തിന്റെ സേവനം അമേരിക്കയിൽ ജീവിക്കുന്നവർക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നാട്ടിൽ വന്ന സമയത്ത് എനിക്കൊരു വാച്ച് തന്നു, ഈ ഉടുപ്പും തന്നു. ഞാൻ ഇത്ര വലിയ വാച്ചും ഇത്ര വിലയുള്ള വാച്ചും ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്റെ സമയം അതുകൊണ്ട് നന്നായി എന്നർത്ഥമില്ല. എല്ലാവരുടെയും സമയം പോലെ തന്നെ ഇതിനകത്തും ഒരേ സമയം തന്നെയാണ്. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. വളരെ സന്തോഷം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. വീട്ടിൽ മതാമതൻ ഫ്രോക്ക് കീറിയോ കാര്യമെന്തു പൂച്ചേ, നീ ഉറങ്ങുമ്പോൾ ദൈവം മിഴിയടച്ചുറങ്ങും പോലെ പൂച്ചേ, നീ കളിക്കുമ്പോൾ ഗാനഗന്ധർവൻ നടനമാടി പൂച്ചേ, പൂച്ചേ മണൽക്കാട്ടിൽ കഴിഞ്ഞ നീ വീട്ടിൽ വന്നതെന്തേ, എൻ്റെ വീട്ടിൽ വന്നതെന്തേ, വീട്ടിൽ കഴിയവേ ആര് നിന്നെ ഈ മണൽക്കാട്ടിൽ തള്ളി പൂച്ചേ.